എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധ്യമല്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പാടിയത്: ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു ചെടിയെ മണ്ണിൽ നിന്ന് പറിച്ചെടുത്താൽ, അതിനെ വേരോടെ പറിച്ചെടുത്താൽ ആ ചെടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ വെള്ളത്തിൽ വസിക്കുന്ന ഒരു മത്സ്യത്തെ അതിൻ്റെ വാസസ്ഥലത്ത് നിന്ന് നാം ഒന്ന് എടുത്തു മാറ്റിയാൽ അതിൻ്റെ ജീവനെ അത് ബാധിക്കുന്നത് പോലെ ദൈവത്തെ പിരിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. തിരുവെഴുത്ത് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടടുത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തോടകന്നു പോയാൽ വചനം പറയുന്നു, ദൈവത്തോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. നമുക്കൊരു ക്ഷീണം വരും എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു ബാധ്യത വരും എന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഭാരം വരും എന്നല്ല. തിരുവെഴുത്ത് പറയുന്നത്, നാം ദൈവത്തെ കൂടാതെ ജീവിച്ചാൽ, ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് അടർന്നു മാറിയാൽ ആ കൊമ്പിന് സംഭവിക്കുന്നത് എന്തെന്ന് തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. രണ്ടാമതായി ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ഉണങ്ങിപ്പോകും. മൂന്നാമതായി പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളെ തീയിലിട്ട് കളയും. ഉണങ്ങിയ കൊമ്പിനെ തീയിലിട്ട് കളയും, നിങ്ങൾ വെന്തുപോകും. എന്നാൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. യേശുവിനെ വിടാതെ അനുഗമിക്കുന്ന ശിഷ്യൻ പറഞ്ഞത്, നിന്നെ ഞങ്ങൾ വിട്ടുമാറത്തില്ല. ഞങ്ങൾക്കൊന്നറിയാം, നിത്യജീവന്റെ മൊഴികളാണ് ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിട്ടു മാറുകയില്ല. ഈ യാത്രയുടെ ഒടുവിൽ ഞങ്ങൾ നിത്യതയിലെത്തും. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറിവിളിയില്ലാത്ത, മരണമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞങ്ങളെത്തും. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ഒടുവിലത്തെ സമയം വരെയും ദൈവത്തോട് കൂടെ നടക്കാം. പ്രാർത്ഥനയാലും വചനധ്യാനത്താലും ദൈവത്തോട് ചേർന്ന് വസിക്കാം. ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നമുക്ക് ചിന്തിക്കാം. ഫലം പുറപ്പെടുവിക്കുന്നവരാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.